ഹായ്, എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുഞ്ഞൻ മത്തി അച്ചാറാണ് കേട്ടോ. മത്തിക്കൊക്കെ നല്ല വിലക്കുറവുള്ള സമയമാണ്. അതുപോലെ അത് മാത്രമല്ല, നല്ല ചെറിയ മത്തിയാണ് നമുക്ക് അച്ചാറിടാൻ എപ്പോഴും നല്ലതും. അപ്പോൾ അതുപോലെ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. 2 കിലോ മത്തിയാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പോൾ മത്തിയെല്ലാം ഞാൻ നന്നാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് ഒരു മത്തി, ചെറിയ മത്തിയാണല്ലോ, ഒരു കത്തി 3 ആക്കിയാണ് ഞാൻ കട്ട് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. മത്തിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ തിരുമ്മി 1 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇനി നമുക്ക് ഈ മത്തിയെല്ലാം ഒന്ന് വറുത്ത് കോരണം കേട്ടോ. നല്ലെണ്ണയിലാണ് ഞാനിപ്പോൾ മത്തിയെല്ലാം വറുത്ത് കോരുന്നത്. അതിനായിട്ട് ഇതാ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മത്തി കുറേശ്ശെ ഇട്ട് കൊടുത്ത് വറുത്ത് കോരാം. ഇതിൻ്റെ വേവെന്ന് പറയണത് ശരിക്കും ഇതിൻ്റെ ഈ എണ്ണ ഇങ്ങനെ തിളച്ച് പതഞ്ഞ് വന്നിട്ടുണ്ടല്ലോ, ഈ പതയൊന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ മത്തി നന്നായിട്ട് അത്യാവശ്യം മുറുകി വെന്തിട്ടുണ്ടാവും. ആ ഒരു പരുവത്തിന് വേണം കേട്ടോ നമ്മളിത് വറുത്ത് വാങ്ങാനായിട്ട്. മീൻ നന്നായിട്ട് മുറുകിയില്ലെങ്കിൽ നമ്മൾ അച്ചാറിട്ട് വെച്ചാൽ കേട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മുറുകുന്ന പരുവത്തിന് വേണം നമ്മളിത് വറുത്ത് വാങ്ങാനായിട്ട്. അപ്പോൾ ഞാനൊരു 3 പ്രാവശ്യമായിട്ട് മീൻ ഇതെല്ലാം വറുത്ത് കോരി കഴിഞ്ഞു. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഈ മീൻ വറുത്ത എണ്ണ ഞാൻ ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇത് കഴുകി എടുത്തേക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വറുത്ത എണ്ണ അച്ചാറിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അത് ഇതുപോലെ ഇതിൻ്റെ അടിയിൽ ഈ പൊടികളൊന്നും വരാത്ത വിധത്തിൽ നമുക്കിങ്ങനെ ഊറ്റി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കടുകും ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും ഉലുവയും എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിനകത്തേക്ക് ഇടാം. അതോടൊപ്പം തന്നെ ഒരു 4 ചുള വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 4 പച്ചമുളക് ചോപ്പ് ചെയ്തതാണ്, അതും ഒരു 2-3 കതിർപ്പ് വേപ്പിലയും ഇട്ട് ഒന്നുകൂടി ഇത് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് അല്പം കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം കേട്ടോ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അച്ചാറിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. കായം പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ചുറുക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുറുക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം.
ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് തിളപ്പിച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത്യാവശ്യം അല്പം ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇതിനകത്തേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി നാളൊക്കെ കേട് കൂടാതെ സൂക്ഷിക്കാനുള്ള ഒരു അച്ചാറാണെങ്കിൽ ചൊറുക്ക മാത്രം ചേർത്താൽ മതി, വെള്ളം ചേർക്കരുത്. പെട്ടെന്ന് തീരുന്ന അച്ചാറാണെങ്കിൽ വെള്ളം ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മീനച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ആഴ്ചയെങ്കിലും ഇങ്ങനെ പുറമെ തന്നെ വെക്കണം കേട്ടോ. ഇത് കുപ്പിയിലാക്കിയിട്ട് പെട്ടെന്ന് ഫ്രിഡ്ജിലോട്ടൊന്നും കയറ്റി വെക്കരുത്. കാരണം ഈ പുളിയും എല്ലാം ഈ അച്ചാറിലേക്ക് നന്നായിട്ട് പിടിക്കണം. അതിന് ശേഷം വേണം നമ്മളിത് ഫ്രിഡ്ജിലോട്ടൊക്കെ മാറ്റി സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്